സന്തോഷം, സന്തോഷം. ഇല്ല, എനിക്ക് അപ്പനീസ് ആയിട്ട് വേദനയായിട്ട് നിൽക്കുക, ഓടാൻ പറ്റില്ല. അങ്ങനെ കുഴപ്പമില്ല. കോച്ചുകാരനോട് എത്തി എന്നും പറയാൻ. അനന്ത് സാർ. ജൂനിയർ മീറ്റിന് സ്റ്റേറ്റ് സ്വർണ്ണായിരുന്നു കഴിഞ്ഞ നാഷണൽ പോകാൻ പറ്റിയില്ല. അപ്പനീസ് ആയിരുന്നു. എന്താ എക്സൈഡ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആളിപ്പോൾ ഹോസ്പിറ്റലിലാണ്, മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ സർജറി പറഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അത് കാരണം ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ സർജറി ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അപ്പൻഡിക്സ് സർജറി നിൽക്കുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ച എടുത്താണ്. HRDS അക്കാഡമിയാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. അവരൊറ്റ സപ്പോർട്ടിനാണ് ഇപ്പോൾ ഇങ്ങനെ നിന്ന് പോകുന്നതൊക്കെ. അതുകൊണ്ട് ഇതാണ് സാർ ഞങ്ങളെ ചേർന്ന കാര്യങ്ങൾ. സന്തോഷം, ഭയങ്കര സന്തോഷം. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. പുല്ലിരാമ്പാറയുടെ ഒരു തിരിച്ചുവരവായിട്ട് കാണുന്നു. പുല്ലിരാമ്പാറ ഇനി വരും, ഇനി അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. സന്തോഷം. ടൈം ബെറ്റർ അല്ല, ജൂനിയർ സ്റ്റേറ്റിനൊക്കെ നന്നായി സമയം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാഷണൽ പഠിക്കും, നാഷണലിനൊക്കെ നല്ല സമയം ചെയ്യാൻ ശ്രമിക്കും. താങ്ക് യു. ഓക്കെ അല്ലേ? കേരള സ്കൂൾ കായികമേളയിലെ ഗ്ലാമറിനുമായ 100 മീറ്റർ ഫൈനൽ വേഗറാണിയെ ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ദേവനന്ദയാണ്. കോഴിക്കോട് പുല്ലൂരാമ്പാറ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ദേവനന്ദ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ട്രാക്ക് റെക്കോർഡ് ഭേദിക്കാനായിട്ടില്ല. സർജറി കഴിഞ്ഞിട്ടാണ് സർജറി നിർദ്ദേശിച്ചിരിക്കുന്ന കുട്ടിയാണ്. ആശുപത്രിയിൽ നിന്നാണ് ട്രാക്കിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽ വാസ്തേവ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അനിൽ, അങ്ങനെ വേഗറാണിയെ അറിഞ്ഞു, ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് ഇപ്പോൾ ആ കോച്ച് പറഞ്ഞത്. സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അച്ഛമ്മ, പിന്നെ അനന്ത് സാർ. അച്ഛമ്മയാണ് ഇവിടെ എൻ്റെ പുല്ലൂരാമ്പാറ സ്പോർട്സ് സ്കൂള് ചേരാൻ വേണ്ടി സഹായിച്ചത്. ഇപ്പോൾ ദേവാലയത്തെയും പരിശീലകൻ ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ അസുഖം എപ്പോഴാണ് മനസ്സിലായത്? ഡിസ്ട്രിക്ട് മീറ്റിൻ്റെ തൊട്ട് മുന്നെയാണ് ഈ അസുഖത്തിനെ പറ്റി മനസ്സിലായത്. ഞങ്ങൾക്ക് ആദ്യം കുട്ടി ഓൾറെഡി ജൂനിയർ അമേച്ചർ മീറ്റ് കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് വേദന ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ നമ്മൾ അത്ര വലിയ സ്കാനിങ് കാര്യം ചെയ്തില്ല. നോർമൽ സ്കാനിങ് ചെയ്യും കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ ഈ വേദന തിരിച്ചറിഞ്ഞില്ല. ഈ മീറ്റിൻ്റെ അടുത്ത സമയത്താണ് കുട്ടിക്ക് അസുഖമായിട്ട് വേദന വന്നു. ഡിസ്ട്രിക്ട് മീറ്റ് 2 ഗോൾഡ് വന്നു. അപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഓടാൻ പറ്റില്ല, അപ്പൻഡിക്സ് ആണ്, സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല പറഞ്ഞു. അപ്പോൾ എവിടെ പറഞ്ഞു എനിക്ക് ഓടണോ അത് സർജറി ആണോ ചോദിച്ചപ്പോൾ ഓടിയാൽ മതി, അത് ഞങ്ങൾക്ക് സർജറി ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഓടിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അഭിനന്ദനാർഹമായ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. വേഗറാണിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അനിൽ വാസ്തേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അത് മറികടന്നാണ് ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് ദേവനന്ദ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഈ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും കളത്തിലേക്ക് വരികയും മത്സരിക്കുകയും അതിൽ 1ാം സ്ഥാനം എന്താണോ താൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ തൻ്റെ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് കളത്തിലേക്ക് എത്തിയത്, അതിൽ ഒരു ഫലമുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ റെക്കോർഡ് ഭേദിക്കാനായില്ല. ഒരുപക്ഷെ ശാരീരിക സ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ 1988 റെക്കോർഡ് പോലും ഭേദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ഉത്തേജിപ്പിക്കുന്ന കാര്യം തന്നെയാണ്, ഇല്ലെങ്കിൽ സ്വയം വിശ്വസിച്ച കാര്യം തന്നെയാണ് ഈ ഒരു മികച്ച പ്രകടനത്തിലൂടെ 1ാം സ്ഥാനം സ്വന്തമാക്കാൻ ഇപ്പോൾ ദേവനന്ദയ്ക്ക് സാധിച്ചിരിക്കുന്നത്. എന്തായാലും ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇനി അടുത്തതായി ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ മത്സരമാണ് നടക്കാനിരിക്കുന്നത്. താരങ്ങളൊക്കെ തന്നെ ട്രാക്കിലെത്തിയിരിക്കുന്നു, ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മത്സരം കൃത്യം 6 മണിക്കാണ് തുടങ്ങുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ജെ നിവേദ് ചിറ്റൂർ സ്കൂളിന്റെ ആയിരുന്നു കഴിഞ്ഞ തവണ ജേതാവായത്. 1988 ഒരു റെക്കോർഡ് തന്നെയാണ് ഇക്കാര്യത്തിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.